പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക്. ജോർദാനിലെ മിസൈൽ ആക്രമണത്തിന് പകരമായി ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തി അമേരിക്ക. പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലേക്കാണോ? ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് അതിശക്തമായ മറുപടിയുമായി അമേരിക്ക രംഗത്ത്. ഇറാനെ അടിച്ചു തകർക്കും എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രൂക്ഷമായ മുന്നറിയിപ്പിന് പിന്നാലെയാണ് അമേരിക്കൻ സേന ഇറാനിൽ കനത്ത വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. വീണ്ടും ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന പുതിയ യുദ്ധ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പകരമായി ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം ആദ്യമായാണ് അമേരിക്കൻ സേന വീണ്ടും ബോംബിംഗ് പുനരാരംഭിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ വ്യോമാക്രമണങ്ങളെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ സമയം രാത്രി 8 മണിയോടെയാണ് ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ പുതിയ സൈനിക നീക്കം. ഞങ്ങൾ അവരെ അടിച്ചു തകർക്കാൻ പോവുകയാണ്, ഞങ്ങൾ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന് അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഇനി ഞങ്ങളുടെ ഊഴമാണ് എന്ന് വ്യക്തമാക്കിയ ട്രംപ് ജോർദാനിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തത് അവരുടെ വലിയ അബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ച സൈനിക നീക്കങ്ങളാണ് 5 ദിവസങ്ങൾക്ക് ശേഷം ഇറാന്റെ പുതിയ മിസൈൽ ആക്രമണത്തോടെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ജോർദാനിലെ ഒരു അമേരിക്കൻ വ്യോമത്താവളവും കമാൻഡ് സെന്ററും ലക്ഷ്യമാക്കി തങ്ങൾ സൈനിക നടപടി സ്വീകരിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ മിസൈലുകളെല്ലാം വിജയകരമായി തടഞ്ഞതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. അമേരിക്കയുടെ ഭീഷണികൾ തുടരുന്ന കാലത്തോളം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പും തുടരുമെന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസികളിലൂടെ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെയുള്ള ഭീഷണിപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം ഇറാന്റെ അനുമതിയില്ലാത്ത ഹോർമുസ് കടലിടുക്കിനെ സമീപിക്കാൻ ശ്രമിച്ച 3 എണ്ണ ടാങ്കറുകൾ തങ്ങൾ ലക്ഷ്യം വെച്ചതായി IRGC നാവികസേനയും അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമാകുമ്പോൾ പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്.